ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരങ്കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 42. ശകടാസുരവധം. കഥാഭിജന്മർക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂമഹീസുരാ മഹാനസസ്ത്വാം സവിതേ നിധായ സാ മഹാനസാദൗ വവൃതേ വ്രജേശ്വരീ. ഹേ പ്രഭോ, ഒരിക്കൽ അങ്ങയുടെ ജന്മദിനത്തിൽ തന്നാൽ ക്ഷണിക്കപ്പെട്ട ബന്ധുക്കളെയും ബ്രാഹ്മണരെയും പരിചരിക്കുന്നതിൽ തിടുക്കപ്പെട്ട നന്ദഭഗ്നി അങ്ങയെ അരികിലുണ്ടായിരുന്ന ഒരു ശകടത്തിന് സമീപം കിടത്തുകയും ആപൽഭയം കൂടാതെ പാചകകൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു. തതോ ഭവത്രാണനിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈ വിമിശ്രവസ്രാവിഭവൽ സമീപത പരിസ്ഫുടദ്ധാരുചടച്ചടാരവ. അനന്തരം ഭവാന്റെ രക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട കുട്ടികളുടെ ഭയപ്പെട്ടുള്ള നിലവിളി കേൾക്കുകയും അങ്ങയുടെ അരികിൽ മരം പൊട്ടിവീഴുന്ന ചടച്ചടനാദവും കേൾക്കപ്പെട്ടു. തതസ്തഥാ കർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജഭരാവ്രജാംഗന ഭവന്തമന്തർദൃശു സമന്തദോ വിനിഷ്പദാരുണധാരുമദ്യകം. അതുകേട്ട് പരിഭ്രാന്തകളായിത്തീർന്ന ഗോപവനിതകൾ തുളുമ്പുന്ന വക്ഷോജങ്ങളോടെ ഓടിവരികയും പുഴുങ്ങി വീണ മരങ്ങൾക്കിടയിൽ സസുഖം ശയിക്കുന്ന അങ്ങയെ കാണുകയും ചെയ്തു. ശിശോരഹോ കിംകിമഭൂതിതി ദ്രുതം പ്രധാവ്യനന്ദ പശുപാശ്ച ഭൂസുരാ ഭവന്തമാലോക്യ യശോദയാ ധൃതം സമാശ്വസന്നശ്രുജലാർദ്രലോചന. ശിശുവിന് എന്തോ ആപത്ത് പിണഞ്ഞിരിക്കുമെന്ന് ശങ്കിച്ച് ദ്രുതഗതിയിൽ ഓടിയെത്തിയ നന്ദഗോപനും മറ്റു ഗോപജനങ്ങളും ബ്രാഹ്മണരും യാതൊരാപത്തും കൂടാതെ യശോദയോടുകൂടെ സ്ഥിതി ചെയ്യുന്ന അങ്ങയെ കണ്ടപ്പോൾ അവരുടെ ആർദ്രലോചനങ്ങളിൽ നിന്ന് ആശ്വാസത്തിൻ്റെ ബാഷ്പകണങ്ങൾ ഇറ്റുവീണു. കസ്കോനു കൗതുസ്തുകയേഷ വിസ്മയോ വിശങ്കടം യച്ഛകടം വിപാടിതം ന കാരണം കിഞ്ചിദിഹേതി തേ സ്ഥിതാ സ്വനാസികാദത്തകരാസ്ത്വദീക്ഷക. അനക്കമറ്റിരിക്കുന്ന ഈ വലിയ ശകടം ഇത്ര വേഗത്തിൽ പൊട്ടിത്തകർന്നതെങ്ങിനെ? ഇതിനൊരു കാരണവും കാണുന്നില്ല. ഇത് വിസ്മയനീയമായിരിക്കുന്നു എന്നും മറ്റും പറഞ്ഞ് അവർ മൂക്കിൽ വിരൽ വെച്ചുകൊണ്ടു നിന്നു. കുമാരകസ്യാസ്യ പയോധരർത്ഥിനാ പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോ വിപര്യഗാദിദീശതേ പാലക ബാലകാ ജഗൂ. ഹേ സർവേശ, അങ്ങയുടെ സംരക്ഷണത്തിന് നിയുക്തരാക്കപ്പെട്ടിരുന്ന ബാലകന്മാർ മുലപ്പാൽ കുടിക്കാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുമാരൻ തൻ്റെ ഇളം കാലുകൾ കൊണ്ട് തട്ടിയപ്പോഴാണ് ശകടം തകർന്നുപോയത്. അത് ഞങ്ങളെല്ലാവരും കണ്ടു എന്നു പറഞ്ഞു. ഭിയാ തഥാ കിഞ്ചിദജാനതാമിദം കുമാരകാണാമതിദുർഘടം വച ഭവൽ പ്രഭാവാ വിദുരൈരിതീരിതം മനാങ്കിവാശങ്ക്യത ദൃഷ്ടഭൂതനൈ. ഭീതി മൂലം അല്പവും ബോധമില്ലാതിരുന്നതിനാലാണ് ഈ കുട്ടികൾ ഈ വിഡ്ഢിത്തം പറയുന്നതെന്ന് അങ്ങയുടെ പ്രഭാവം എന്തെന്നറിയാത്ത ചിലർ പറഞ്ഞുവെങ്കിലും
പൂതനാ നിഗ്രഹം നേരിട്ടു കണ്ടവർക്ക് ഇക്കാര്യത്തിൽ കുറച്ച് സംശയം തോന്നി. പ്രവാളതാമ്രങ്കിമിതം പദം ക്ഷതം സരോജരമ്യൗനുകരൗ വിരോജിതൗ ഇതി പ്രസൽപ്പൽ കരുണാതരംഗിതാസ്ത്വദംഗമാപസ്പൃശുരംഗനാജന. തളിർ പോലെ ഇളം ചുവപ്പാർന്ന ഈ മൃദുപാദങ്ങൾക്ക് മുറിവേറ്റുവോ? സരോജം പോലെ രമ്യമായ ഈ കൈകൾ വേദനിച്ചുവോ? ഇപ്രകാരം ദയാതരംഗിതമായ മിഴിനീരോടുകൂടി ഗോപിമാർ അങ്ങയെ അംഗപ്രത്യംഗം തടവി സാന്ത്വനിപ്പിച്ചു. അയേ സുതം ദേഹി ജഗൽപദേ കൃപാതരംഗപാദാൽ പരിപാദമധ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹുശ്ലിഷ്യതി ജാതകണ്ഡക. ജഗന്നിയന്താവ് ചൊരിഞ്ഞ കൃപയാൽ സംരക്ഷിതനായ എൻ്റെ മകനെ തന്നാലും എന്ന ആനന്ദപരവശത്താൽ മൊഴിഞ്ഞുകൊണ്ട് അങ്ങയുടെ പിതാവ് അങ്ങയെ രോമാഞ്ചത്തോടുകൂടി കൈകളിൽ എടുക്കുകയും വീണ്ടും വീണ്ടും ആശ്ലേഷിച്ച് നിർവൃതി അടയുകയും ചെയ്തു. അനോ നിലീനഖില ഹന്തുമാഗത സുരാരിരേവം ഭവതാ വിഹിംസിത രജോബിനോ ദൃഷ്ടമമുഷ്യതൽക്കഥം സശുദ്ധ സത്വേ ത്വയി ലീനവാൻ ധ്രുവം. ശകടത്തിലൊളിഞ്ഞിരുന്നുകൊണ്ട് അങ്ങയെ നിഗ്രഹിക്കാനൊരുങ്ങിയ അസുരനെ അങ്ങ് സ്വയം നിഗ്രഹിച്ചപ്പോൾ അവൻ്റെ രജോഗുണമെല്ലാം നശിക്കുകയും അങ്ങയുടെ പവിത്രമായ സത്വത്തിൽ അവൻ ലയിച്ചു ചേരുകയും ചെയ്തുവെന്നതിൽ സംശയലേശമില്ല. ഇപ്രകാരമല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ്റെ പൊടി പോലും അവിടെ കാണാതിരുന്നത്? പ്രഭൂജിതൈസ്തത്ര തതോദിജാതിഭിർവിശേഷതോ ലംബിതമംഗളാശിഷ വ്രജന്നിജൈർബാല്യരസൈർവിമോഹയന്മരുൽപുരാധീശരുജാം ജഹീഹിമേ. അർഹമായ വിധം ആദരിക്കപ്പെട്ട ബ്രാഹ്മണന്മാരാൽ സർവ്വവിധ മംഗളങ്ങളും ആശംസിക്കപ്പെട്ട അങ്ങ് ബാലലീലാരസങ്ങളാൽ അമ്പാടിയെ ആനന്ദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഹേ ഗുരുവായൂരിൽ വാഴുന്ന ഈശ്വര, എൻ്റെ രോഗങ്ങൾ അകറ്റണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.